ഇനി നമ്മൾ പറയാൻ പോണത് ഡാറ്റ സ്ട്രക്ചർ മാനിപ്പുലേഷൻ. നിങ്ങൾക്ക് അറിയണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ഡാറ്റ സ്ട്രക്ചർ മാനിപ്പുലേഷൻ ഞാനിപ്പോൾ ആദ്യം സംസാരിക്കുന്നത് ലിസ്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഡാറ്റ അറേഞ്ച് ചെയ്തത് മെമ്മറിയിൽ. നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ട്, നമുക്ക് ഡാറ്റ ആവശ്യമുണ്ട്, ഡാറ്റ സ്റ്റോർ ചെയ്ത പ്ലേസ് വേണം, അതാണ് നമ്മുടെ വാരിയബിൾ എന്ന് പറയുന്നത് അല്ലേ. വാരിയബിൾ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് പേര് കൊടുത്തോടെ കൊടുക്കാം, പക്ഷേ റൂൾസ് ഫോളോ ചെയ്യണം, വേണ്ടേ. അതേപോലെ നമുക്കറിയാം, ഒരു വാരിയബിളിന് പലതരം ഡാറ്റാസ് സ്റ്റോർ ചെയ്യാമെന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. അതേപോലെ ഡാറ്റ ടൈപ്പിനെ നമ്മൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞു തരാം. നമ്മൾ എങ്ങനെയാണ് ഡാറ്റ ഒരു മെമ്മറിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, നമ്മൾ അതിനെയാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വേ ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ദ മെമ്മറി വി കോൾഡ് ആസ് ഡാറ്റ സ്ട്രക്ചർ. സോ അതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യും, അതിൻ്റെ ബേസിസിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ലിസ്റ്റിനെ പറ്റിയിട്ടാണ്. ലിസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂട്ടബിൾ ആയ എന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അതിന് മോഡിഫിക്കേഷൻസുകൾ പറ്റും, അതായത് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഓപ്പറേഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക സംഭവമാണ് ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റിനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ജസ്റ്റ് ഓടിച്ച് പറഞ്ഞുതരാം. അത് റെപ്രസെൻറ്റ് ചെയ്യപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റ്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഞാൻ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. ഓർഡേർഡ് ആണ്, മ്യൂട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻ. മ്യൂട്ടബിൾ മീൻസ് ദേ ക്യാൻ ചേഞ്ച്. ദെൻ സീറോ ബേസ്ഡ് ഇൻഡെക്സിംഗ് ആണ്, അതായത് 0 മുതലായിരിക്കും അതിൻ്റെ ഇൻഡെക്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് ലെങ്ത് -1. ഇപ്പോൾ 5 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 0 to 4 ആയിരിക്കും അതിൻ്റെ വാല്യൂസ്. ഇൻസെഷൻ ഓർഡർ പ്രിസർവ് ചെയ്ത് വെക്കും. ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗഡ് ആണ്. കീ വാല്യൂ പേയേഴ്സ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല, ഓൺലി ഇൻഡെക്സിംഗ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് ഇൻഡെക്സും നെഗറ്റീവ് ഇൻഡെക്സും ഉണ്ട്. അപ്പോൾ ടിപ്പിക്കലി യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഒരു സിമിലർ ആയിട്ടുള്ള ഡാറ്റാസുകൾ സ്റ്റോർ ചെയ്യാൻ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യും. മെമ്മറി യൂസേജ് പറഞ്ഞാൽ കുറച്ച് ഹൈ ആണ്. ഓക്കെ, പെർഫോമൻസ് സ്ലോ ആണ്, ബിക്കോസ് ഹയർ മെമ്മറി യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി സ്ലോ പെർഫോമൻസ് ആയിരിക്കും. റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് അറിയേണ്ടത് എന്താ, അതിനെ എങ്ങനെ ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ കണ്ടോ, ഐ ലിസ്റ്റ് ഈസ് ഈക്വൽ ടു 1 2 3 ആപ്പിൾ. നമുക്കൊരു വെറൈറ്റി ഓഫ് വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ലിസ്റ്റസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ലിസ്റ്റിൽ നമുക്ക് ഒരുപാട് ഇൻബിൽറ്റ് ഫംഗ്ഷൻസുകൾ ഉണ്ട്. അതായത് അപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റിൻ്റെ ബാക്കിലോട്ട്, അതായത് എൻഡിൽ നമുക്കൊരു വാല്യൂ അറ്റാച്ച് ചെയ്യണമെങ്കിൽ വി ഗോ ഫോർ അപ്പൻഡ്. ഓക്കെ, ഇനി എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലിസ്റ്റുകൾ തമ്മിൽ ആഡ് ചെയ്യണം. അതായത് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൂട്ടുകയല്ല, മീൻസ് അതായത് പ്ലസ് ചെയ്യല്ല, രണ്ടെണ്ണത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ചെയ്യാം, കോൺകാറ്റിനേറ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ആണ് യൂസ് ചെയ്യാം. ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എനിക്കിപ്പോൾ പറയണം തേർഡ് റോയിൽ ഒരാളെ ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ തേർഡ് ഇൻഡെക്സിൽ ഒരാളെ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസേർട്ട് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങളാണ് ഇൻസേർഷൻ അല്ലെങ്കിൽ വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൻഡ് ഉണ്ട്, എൻഡിൽ കൊടുക്കാൻ, എക്സ്റ്റെൻഡ് ഉണ്ട്, ലാസ്റ്റിൽ നമുക്ക് രണ്ടെണ്ണം കൂടി അറ്റാച്ച് ചെയ്യാൻ, ദെൻ ഒരു പ്രത്യേക പൊസിഷനിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ഉണ്ട്. അതേപോലെ ഡിലീഷന് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് പോപ്പ് ഉണ്ട്. പോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എലമെൻറ്റ് റിമൂവ് ചെയ്യാന്നാണ് അർത്ഥം. പക്ഷേ ഈ സ്പെസിഫിക് ആയിട്ട് പോപ്പ് ഓഫ് തേർഡ് എലമെൻറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഇൻഡെക്സിൽ ഒരാളെ കളയണം എന്നൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ വിത്ത് പോപ്പ് ഓഫ് ദാറ്റ് ഇൻഡെക്സ്. ഓക്കെ, ഇനി അടുത്ത അല്ലാതെ റിമൂവ്, എനിക്ക് ഇന്ന ആളെ കളയണം, അഞ്ചെന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇതൊന്ന് കളഞ്ഞേ പറ്റും എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പോവുക റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും. സോ 3 കാര്യങ്ങളുണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെയാണ്, പോപ്പ് ഉണ്ട്, പോപ്പ് ഓഫ് ഇൻഡെക്സ് ഉണ്ട്, റിമൂവ് ഓഫ് എലമെൻറ്റ് ഉണ്ട്. അതായത് ബേസ്ഡ് ഓൺ ദ എലമെൻറ്റ് ഓൾസോ റിമൂവ് ചെയ്യാൻ പറ്റും. കൗണ്ട് എന്ന് പറഞ്ഞ പേര് തന്നെ നിങ്ങൾക്കറിയാം, ഒരു ലിസ്റ്റിൽ ഒരാൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കൗണ്ട് ഉണ്ട്. ഓക്കെ, ഇൻഡെക്സ് എന്തിനായിരിക്കും, ഒരു വാല്യൂ ഇപ്പോൾ 5ൻ്റെ ഇൻഡെക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും. സോർട്ട് എന്തായിരിക്കും, ഒരു വാല്യൂ ഒരു ലിസ്റ്റിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റിവേഴ്സ് എന്തായിരിക്കും, ഒരു ലിസ്റ്റിന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോപ്പി എന്തിനായിരിക്കും, ഒരു വാല്യൂ ഒരു ലിസ്റ്റിൽ നിന്ന് വേറൊരു ലിസ്റ്റിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി. സോ ദീസ് ആർ ബേസിക് ഫംഗ്ഷൻസ് ദാറ്റ് നിങ്ങൾക്ക് പേര് തന്നെ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ പ്രോഗ്രാം കാണിച്ചു തരാം, സോ ദാറ്റ് നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവാം. ഓക്കെ, സെക്കൻഡ്. സോ ഞാനിവിടെ ഒരു കുഞ്ഞ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൻ്റെ വാല്യൂസ് 3 1 2 ആണ്. സോ ഒറിജിനലി ലിസ്റ്റ് ഇതാണ്. ഓക്കെ, അപ്പൻഡിന് ശേഷം ഞാൻ ഓരോന്ന് റൺ ചെയ്ത് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3 1 2 ആയിരുന്നു ഇനീഷ്യലി, അത് കഴിഞ്ഞ് 10 എന്നുള്ള വാല്യൂ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു വാല്യൂ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിരുന്നു 4 5. അത് എന്താ ചെയ്തത്, 3 1 2 10ൻ്റെ കൂടെ 4 5 അറ്റാച്ച് ആയി. എഗെയിൻ അടുത്ത് എന്താ പറയുന്നത്, 1 പൊസിഷനിൽ 100 എൻ്റർ ചെയ്യണം എന്നാണ് പറയണത്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, 0 1, അതായത് 1 എന്ന് പണ്ടത്തെ പൊസിഷനിൽ 1 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇതായിരുന്നു അല്ലേ, ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ലിസ്റ്റ്. നിങ്ങൾക്കറിയാം 3 നിൽക്കുന്നത് 0th ഇൻഡെക്സിലാണ്, 1 നിൽക്കുന്നത് 1 ഇൻഡെക്സിലാണ്, 2 നിൽക്കുന്നത് 2 ഇൻഡെക്സിലാണ്, അതുപോലെ 10 നിൽക്കുന്നത് 3 ഇൻഡെക്സിൽ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, ഒന്നാമത്തെ ഇൻഡെക്സിൽ 100 ആക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആഫ്റ്റർ ഇൻസെർട്ട് 1ന് പകരം അവിടെ ആര് വന്നത്, 1ന് പകരമല്ല 1ന് മുന്നേ ആര് വന്നത്, 100 വന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 300 1 2 4 10 4 5. എന്താ ഉണ്ടായേ, ആ ഒരു വാല്യൂ തന്നെ പുതുതായിട്ട് ഇൻസേർട്ടായി ആ പൊസിഷനിൽ. അങ്ങനെയാണ് ഇൻസെർട്ട് വർക്ക് ആവുന്നത്. ഓക്കെ,
റിമൂവ് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു വാല്യൂ നമുക്ക് റിമൂവ് ചെയ്യാം. എനിക്ക് 2 എന്നുള്ള വാല്യൂ വേണ്ട. അപ്പോൾ നമുക്ക് പുതിയ ലിസ്റ്റിൽ കണ്ടോ 2 എന്ന് പറഞ്ഞ വാല്യൂ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി അടുത്തത് എന്താ, ഒരു 100 ഇൻഡെക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ, ലിസ്റ്റ് ഓഫ് ഇൻഡെക്സ് അതാണ് കൊടുത്തത്. ലിസ്റ്റ് ഓഫ് ഇൻഡെക്സ് 100 എന്ന് കൊടുത്തപ്പോൾ 1 എന്നുള്ള ആൻസർ വന്നു. അടുത്തത് കൗണ്ട് ഓഫ് 3, 3 എന്നുള്ളത് കൗണ്ട് ചെയ്യാം. നമുക്കറിയാം ഇതിൽ ഒന്നും റിപ്പീറ്റഡ് അല്ല, അപ്പോൾ നമുക്ക് കിട്ടുന്ന കൗണ്ട് എത്രയായിരിക്കും, 1 തന്നെയായിരിക്കും. അടുത്തത് സോർട്ടിംഗ് ആണ്. സോർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്കൊരു വാല്യൂ സോർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ സോർട്ട് പറയുമ്പോൾ 1, 3, 4, 5, 10, 100 അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. റിവേഴ്സ് പറഞ്ഞാൽ എന്തായിരിക്കും, തിരിച്ച് റിവേഴ്സ് ചെയ്യുക. 10, 100, 10, 5, 4, 3, 1 എന്നുള്ള ആൻസർ കിട്ടി. കോപ്പീഡ് ലിസ്റ്റ്, കോപ്പീഡ് എന്താ പറയുക, ഒരു ലിസ്റ്റിൽ നിന്ന് വേറൊന്നിലേക്ക് ഒരു ലിസ്റ്റ് കോപ്പി ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എന്താണ്ടാവും, കോപ്പി ലിസ്റ്റിലും സെയിം വാല്യൂ അല്ലേ വരിക, കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും. സോ ദിസ് ഈസ് അബൌട്ട് ലിസ്റ്റ്. സോ ലിസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അറിയണം. 3 ഇൻസേർട്ട് ചെയ്യാൻ, 3 ഡിലീറ്റ് ചെയ്യാൻ, പിന്നെ കൗണ്ട് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, സോർട്ട് ഉണ്ട്, കോപ്പി ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്. സോ ലിസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.